രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായവുമായി എത്തിയിരിക്കുകയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് വിലയിരുത്തണമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രധാന ആവശ്യം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെയുള്ളത് ബി.ജെ.പിയുടെ പ്രചരണമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഈ അഭിപ്രായ പ്രകടനമെന്നതും ശ്രദ്ധേയമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നാടകമാണ് സർക്കാർ ഗവർണർ പോര്. രണ്ടു കൂട്ടരും നടത്തുന്ന നാടകം UDFന് ഗുണം ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതായിരുന്നു സാഹചര്യം. ഗവർണർക്കുള്ളത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഗവർണറുടെ അമിത അധികാരത്തിൽ സർക്കാരിനെ നിയമസഭയിൽ UDF പിന്തുണച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിക്കുകയുണ്ടായി. നവകേരള സദസ്സിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലെന്ന് സൂചിപ്പിച്ച കുഞ്ഞാലിക്കുട്ടി നവകേരള സദസ്സിലെ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളോട് ഗാന്ധിയൻ രീതിയിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. കല്ലെടുത്തെറിഞ്ഞ് പ്രതിഷേധിക്കേണ്ടതുണ്ടോ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിക്കുകയുണ്ടായി. അതേസമയം ജനങ്ങളെ കളിയാക്കുന്ന ഏർപ്പാടാണ് ഗവർണർ വിഷയത്തിൽ നടക്കുന്നതെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇരുവരും ഷോ കാണിക്കുകയാണെന്നും ഗവർണറുടെ അമിതാധികാരത്തിനെതിരെ സർക്കാരിന് UDF പിന്തുണ നൽകിയിട്ടുണ്ടെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. ഇതിനിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലെത്തിയതിൽ പ്രതികരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തു വന്നു. കോഴിക്കോട് ആര് വന്നാലും ഹൽവയും സുലൈമാനിയും നൽകും, ചെകുത്താൻ വന്നാലും നൽകും, അതാണ് കോഴിക്കോടിന്റെ പ്രത്യേകത എന്നായിരുന്നു മന്ത്രി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറപ്പെട്ട ഗവർണർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലീസിന് പോലും ഒരു രൂപമുണ്ടായിരുന്നില്ല. കോഴിക്കോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നഗരത്തിൽ ഒരുക്കങ്ങൾ നടത്തി. അതുകൊണ്ട് ഗവർണർ എത്തിയപ്പോൾ തന്നെ കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിൽ പോലീസും മിഠായി തെരുവിലെത്തി. സംഘപരിവാർ നേതാക്കളുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയുടെ ഭാഗമായാണ് ഗവർണർ മിഠായി തെരുവ് സന്ദർശനം നടത്തിയതെന്ന് CPM ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ഗവർണർ തുറന്നടിച്ചിരുന്നു. കണ്ണൂരിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പോലെ തന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയെ ചൂണ്ടി ഗവർണർ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേത്. എന്നാൽ പോലീസിനെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. പോലീസ് നിഷ്ക്രിയമാകാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നും പോലീസിനെതിരെ ഒരു പരാതിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചാൻസലറുടെ അധികാരം സുപ്രീം കോടതി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു.